എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കത്തിന്റെ കീഴിലേക്ക് പോവാം. ഇച്ചിരി പവർ കൂടിയിട്ടുണ്ട്. അത് ഇന്നലത്തെ ഓർമ്മത്തിന്റെ ആണെന്ന് തോന്നുന്നു. അതെ, അതായത് 7 കിഴിക്ക് തോറ്റു നിന്ന ഞാൻ 1000 കോഴിക്ക് അരക്കാടാന്നൊക്കെ പറഞ്ഞത് 7 കിഴിക്ക് ഒരു കിഴിക്ക് ഞാൻ ഇപ്പോ കയറി വരികയാണ്. ഓക്കെ. അപ്പൊ ഇതുവരെയുള്ള സ്റ്റാറ്റസ് നമ്മളത് 7-1 ഞാൻ 7-1 ഇതാണ് നമ്മുടെ സ്കോർ നില. പിന്നെ 2 സമനില. ഓക്കെ, അപ്പൊ മത്സരിക്കാം. എന്താണ് അജണ്ട? പറഞ്ഞോ. ഞാൻ പറയട്ടെ. മലയാളം അല്ലാത്ത ഏത് കിഴി, മലയാളം അല്ലാത്ത ഏത് കിഴി എടുത്താലും ഒക്കെ കണക്കിൽ വരും. ഓക്കെ, അപ്പം ഏതും, അതായത് ബോളിവുഡും തമിഴും മലയാളം മാത്രം, മലയാളം അല്ലാതെ. ഓക്കെ, അപ്പോ തുടങ്ങാം. എക്സ്ട്രാ കൂലിയുണ്ട്. എക്സ്ട്രാ കൂലിക്ക് 2 പോയിന്റ് ഉണ്ട്. സോറി, പകുതി കണ്ടുള്ളൂ കേട്ടോ. ടൈല് എടുത്തോ, തുടങ്ങാം. ഓക്കെ. ഇതെന്താ പൂജിച്ചു വെച്ചേക്ക്? എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. ഇല്ലല്ല, പൂജയൊക്കെ നടത്തി അതിന്റെ കൂടി നീ എന്നെ ജനങ്ങളുടെ മുമ്പിൽ വേറെന്തോ ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ജയിക്കാൻ വേണ്ടി ഞാൻ എന്തോ ഇവിടെ നിന്നെ ഞാൻ വലിച്ചു, നിന്നെ ഞാൻ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് കരുതിയോ നീ? നിന്നെ ഞാൻ നഗ്നനാക്കി കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞത്. ഫസ്റ്റ് കിഴി വാർ 2 സിനിമയുടെ ഗ്രാൻഡ് റിലീസ് ഇവന്റ് തെലുഗുവില് ഓഗസ്റ്റ് 10 5 മണിക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് പോവാർ യുദ്ധം ആരംഭിച്ചു എന്നുള്ളതിന്റെ ഉള്ളൊരു തെളിവും കൂടിയാണ് കേട്ടോ തന്നത്. പോന്നോട്ടെ. അപ്പൊ 1-0 സീറേ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് തമിഴാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ വിക്രം പ്രഭു, പിന്നെ LK അക്ഷയ് കുമാർ. ഞാൻ വിചാരിച്ചു LK അദ്വാനി എന്നൊക്കെയാണ് പറയുമോ. LK അക്ഷയ് കുമാർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്കാണത്. ഇതിന്റെ സുരേഷ് രാജകുമാരി. അതിനെ കുറിച്ചല്ല ഞാൻ പറയാൻ. സ്ക്രിപ്റ്റ് ഏതെന്ന് ആരാന്നറിയോ? തമിഴ്. ഓക്കെ, അതായത് 1-1 അപ്പൊ ഇപ്പൊ 1-1. ഒന്നുകൂടി പിടിച്ചോ. ബാഗി 4 സിനിമയുടെ ടീസറിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. 1 മിനിറ്റും 53 സെക്കൻഡുമാണ് സിനിമ ടീസറിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, കൂടൂരെ കളിയായിരിക്കും കേട്ടോ. 2-1. പാരഡൈസ് നാനി നായകനാവുന്ന സിനിമയാണ് പാരഡൈസ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ മറ്റൊരു ഫസ്റ്റ് ലുക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുടെ നടുക്ക് ഇങ്ങനെ കസേരട്ടിരിക്കുന്ന ഒരു കിടിലൻ പോസ്റ്റർ. അത് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നതാട്ടോ. കിടിലൻ പോസ്റ്റർ ആയിരുന്നു. ഓക്കെ, 2-2. ശ്രീകാന്ത് ഒടേലയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പുണ്ടച്ചിമോനായിട്ടാണ് ഞാൻ അഭിനയിച്ചൊന്നല്ല, ക്യാരക്ടറിന്റെ നെയിം അതാ. 2-2. അടുത്തത് പർദ സിനിമയുടെ ട്രെയിലർ ഇന്ന് 5 മണിക്ക് വരും കേട്ടോ. ഓക്കെ, പ്രവീൺ കണ്ടർകുളമാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 22 സിനിമ റിലീസിനെത്തുന്നത്. ഇത് തമിഴാണോ മലയാളമാണോ? അത് മലയാളമല്ല, എന്തായാലും അന്യഭാഷയാണ്. സംവിധായകന്റെ പേര് പറഞ്ഞാൽ പ്രവീൺ കണ്ടർകുളം. മലയാളമല്ല. അങ്ങനെയാണെങ്കിൽ 3-2 നമ്മുടെ അനുപമ പരമേശ്വരൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. പിന്നെ ദർശന രാജേന്ദ്രൻ. അടുത്തത് മലയാളമാണ്. 3-2. ജിതിൻ ഐസക് സംവിധാനം ചെയ്ത് നമ്മുടെ മഞ്ജു വാര്യർ നായികയാവുന്ന സിനിമ വരാൻ പോവുകയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ ഉടനടി എത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ഓക്കെ, എന്തായാലും രേഖ എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമയാണല്ലേ. ശേഷം ഏതെങ്കിലും സിനിമ വന്നോ? രേഖന്റെ സംവിധായകനാണ് ആള്. പിന്നെ ഏതുണ്ടായിരുന്നല്ലോ വേറെയും 3 സിനിമയായിട്ട് ചെയ്തിട്ടുണ്ടോ? അടുത്തത് ഹാൽ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ 12. ഓക്കെ, വീരയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. റൊമാൻസ് ബൈ വീര. ഈ വീര ആരായിരുന്നു അറിയോ? പ്രൊഡ്യൂസർ. ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു. ഇതിന്റെ സംവിധായകൻ എങ്ങോട്ടോ എന്തൊക്കെയോ പ്രശ്നം കാരണം പിന്മാറി.
എടുത്ത് പുറത്തിട്ട് അത്രേ ഉള്ളൂ. പ്രൊഡ്യൂസർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോവാണ്. ഇനിയിപ്പോ എന്താവും എന്നുള്ളത് കണ്ടറിയാം. അതെ, ചിലപ്പോ ഡിജിറ്റലായിട്ടോ ആയേക്കാം. അപ്പോൾ സെപ്റ്റംബർ 12 അല്ലേ? യെസ്. ഓക്കെ, വരട്ടെ. ഷൈനികം നായകനാവുന്ന സിനിമ കേട്ടോ. ഇതൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ? പറഞ്ഞില്ലല്ലോ. ഇല്ല, അത്രയും ബുദ്ധിമുട്ട് പണിയൊന്നും ഞാൻ എടുക്കൂല. ഇപ്പൊ എത്ര കളിയാ? 4-3. ആരാ 4? നീയ. റിയലി? ഓക്കെ. കൂലി സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഗംഭീര സാധനം, ഗംഭീരം. ഇത് ഏതാണ്ട് ഈ പാരഡൈസിന്റെ പോസ്റ്റർ പോലെ തന്നെ ഉണ്ടല്ലേ? അതെ. പിന്നെ വേറെന്തോ ഉണ്ടായിരുന്നല്ലോ. വേറെ എന്തായിരുന്നു? ഇത് പ്രീസെയില് 4.5 CR കേട്ടോ ഇതുവരെ. ഇനി 5 ദിവസം കിടക്കുകയാണ്. അതെ, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടോ. മഞ്ചേരി. യെസ്, 2 സിനിമയും മഞ്ചേരിയിൽ നിന്ന്. അതെ, വാർഡു മഞ്ചേരി നിന്നാണ് ഉറപ്പായിട്ടും. യെസ്. അടുത്തത് ലോക സിനിമയുടെ പ്രൊമോ ഷൂട്ട് നടന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, സിനിമ റിലീസിനെത്തുന്നത് ഓഗസ്റ്റ് 28-ന്. ഓക്കെ, പ്രൊമോ ഷൂട്ട്. ഡൊമിനിക് അരുണാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ദുൽഖർ, ടോവിനോ അവരൊക്കെ കാമി വരുന്നുണ്ട്. നസ്ലനാണ് നായകൻ. കല്യാണി പ്രിയദർശനാണ് നായിക. ഓക്കെ, അടുത്തത് മാസ് ജഗറ. മാസ് ചെതറും, അതാണ് അതിന്റെ അർത്ഥം. ആരുതാന്നറിയാം? അവന്റെ സ്വന്തം ആളാ. ഇവന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. രവി തേജ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ 11-ാം തീയതി വരും. 11/8 ടൈം രാവിലെ. ഓഗസ്റ്റ് 27-നാണ് സിനിമ റിലീസിനെത്തുന്നത് കേട്ടോ. മാസ് ജദറ. ഓക്കെ, മാസ് ഇങ്ങനെ ചെതറും. അപ്പൊ 5-3 അല്ലേ? 5-3. SSMB 29. വലുപ്പം തന്നെ. സിനിമയുടെ ഫസ്റ്റ് റിവീൽ നവംബറിൽ ഉണ്ടാവും എന്ന് SS രാജമൗലിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്. യെസ്. പോസ്റ്റർ കിട്ടില്ല. പോസ്റ്റർ കഴുത്തിലൊരു മാല, ആ മാലയിലൊരു ലോക്കറ്റ്. ശിവനാണല്ലേ? ശിവനെ സൂചിപ്പിക്കുന്ന ചില സൂചനകളാണ് ഇതിലുള്ളത്. ശൂലുണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ മറ്റേ സാധനമുണ്ട് ചെണ്ട, പിന്നെ പശുവിന്റെ പേരെന്താന്ന് പറഞ്ഞല്ലോ? നന്ദി. നന്ദിയാണ്. യെസ്. ഓക്കെ, അപ്പോൾ ഹനുമാനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഞാനും ആലോചിച്ചത്. എന്താണാവോ? ഓക്കെ, റൂമർ വന്നല്ലേ, ആയിരിക്കാം. ഓക്കെ, അടുത്ത കിഴി എടുത്തോളൂ. ഇപ്പം എത്രയാ? 5-4. ഓക്കെ, പിടിച്ചോ. ഓക്കെ, ബിജിഎം ഇട്. ഏത് ബിജിഎം? അയ്യോ, പേരും അങ്ങനെ അയ്യോന്നൊന്നും പറയാൻ പാടില്ല. ചീറ സാധനമാണ്. ലാലേട്ടൻ 2 കൽപ്പിച്ച എന്നെ ഇടക്ക് സഹായിക്കും, എന്നെ ഇടക്ക് തോട്ടിലിടും. അഹങ്കാരം കൂടുതൽ സ്വഭാവം മാറി അപ്പെടുത്ത് തോട്ടിലിടും. പുല്ലേ പുറത്തെന്ന് പറയും. സിനിമയുടെ നമ്മുടെ ലാലേട്ടൻ്റെ ലുക്ക്, അതിൻ്റെ ഒരു പുതിയ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഓഫ് സ്ക്രീനാണ്, പക്ഷെ ഇതാണ് ലുക്ക്. പൊളി ലുക്ക് അല്ലേ? ബാക്കിലേക്ക് തലമുടിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതന്നെയാണെന്നാണ് കേട്ടത്. അടുത്ത് ഒറ്റക്കൊമ്പൻ സിനിമയുടെ മ്യൂസിക് തമൻ. തമിഴ് തമിഴോ? തമിഴ് അങ്ങനെയാണ്. തെലുങ്കന ഏതാണ്ട് അന്യഭാഷ ആയാൽ മതി. തമൻ, അതായത് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് ഒറ്റക്കൊമ്പനിലൂടെ. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റക്കൊമ്പന്റെ കാസ്റ്റും ഒക്കെ ഭയങ്കരമാണ്. അത് ഭീകര പരിപാടി. മാത്യു തോമസ് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒരൊറ്റ കിഴിയേ ഉള്ളൂ. മൂഞ്ചി. എത്ര സ്കോർ? 5-4. ജയിച്ചിക്കല്ലേ ഇപ്പൊ? തീർന്നു. കാന്ത.
അപ്പൊ 7-2. 7-2. ഞാൻ എന്താ പറഞ്ഞത്? എന്തുവാ? ഇതൊക്കെ ജയത്തിന്റെ സൂചനയാണ്. 2 സമനില വന്നപ്പോ. നാളെ ഞാൻ ജയിക്കൂടെ? നമുക്ക് നോക്കാം. നോക്കിക്കോ. ഓക്കെ, അപ്പോ 7-2 ആയിരിക്കുന്നു. കാന്ത സിനിമയുടെ ഫസ്റ്റ് സോങ് വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, നമ്മുടെ ദുൽഖർ. പനിമലരെ. മലരിന് പനി വന്നു. പനിമലരെ എന്നാണ്. പനിയുള്ള മലരെ, അതാണ്. അക്ഷരമൊന്നും മാറരുത്. ഇതാ നമ്മുടെ മാസ് ജഗതല്ലേ, മാസ് ജതക, ജതറ. യെസ്, അതിൽ നിന്ന് വന്നാണ് ഈ ഒരു അർത്ഥം, ഈ രീതി. പറമലരെ. മറ്റുള്ളവർക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ സ്റ്റാൻഡേർഡില് ഹൈ ലെവലാ. അല്ലെങ്കിലേ ഞങ്ങൾ വെറുതെ ചിരിക്കുന്നു പറയാറുണ്ട്. പോരാത്തതിന് ഇമ്മാരി സാധനം കൂടി വന്നു കഴിഞ്ഞാ ഞാന് സത്യമായിട്ട് ഇത് കുറച്ച് കൂടിയില്ലേ, അതായത് ആ ചളി ഇത് കട്ട് ചെയ്യാനെന്ന് പറയാൻ വരുമായിരുന്നു. ആ സമയത്താണ് എന്റെ ഈ സാധനം വന്നത്. അതുകൊണ്ട് ഇനി അത് കട്ട് ചെയ്യണ്ട, കിടിലൻ സാധനമായി. മലരേന്ന് പനിമലരെ. ഓക്കെ, പനിമലരെ എന്ന സോങ് ആണ് വന്നിരിക്കുന്നത്. കാന്തയിലെ ദുൽഖർ നായകനാവുന്ന സിനിമ, സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ, ഭാഗ്യശ്രീ ബോയ്സ് നായിക. എന്താണെങ്കിലും എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ഞാൻ ജയിച്ചിട്ടില്ല. വാച്ചക്ക് ഇത് തെറി വിളിച്ച് നിർത്ത് നായി എന്ന് പറഞ്ഞ പോലെയായി. ഓണടിക്കല്ലേ പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് നാളെ കാണാം. ബൈ. വീട്ടിലും സാധനം മന്തി